കാർ തിരിച്ചു സൂര്യ വരും വഴി മോഹൻ്റെ ഹോട്ടലിൽ മുന്നിൽ നിർത്താൻ പറഞ്ഞു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഹോട്ടലിൽ. അവനെ കണ്ടതും ചാടി ഇറങ്ങി വന്ന് മോഹനും നാരേട്ടനും. മോനെ, അങ്ങോട്ട് വന്ന് നോക്കാൻ പറ്റിയില്ല, തിരക്കായ കൊണ്ട്. മറ്റന്നാൾ ഞായറാഴ്ച ഇറങ്ങിയിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. നാരേട്ടൻ ക്ഷമാപണം പോലെ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? ആലോചി ചോദിച്ചു. ഇല്ലല്ലോ, പിന്നെ അന്ന് പോയി കണ്ട പെണ്ണ് ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ബുധനാഴ്ച അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട് കാണാൻ. നാരേട്ടൻ പറഞ്ഞപ്പോൾ മോഹൻ്റെ മുഖം വിടുന്നത് ശ്രദ്ധിച്ചു ആലോചി. ആ പെൺകുട്ടി ഇവന് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഒരു വിവരവും അറിഞ്ഞില്ല, ആലോചി പറഞ്ഞു. അതെ മോനെ, ഇന്നലെയാണ് അവർ വിളിച്ചത്, സമ്മതം പറഞ്ഞുകൊണ്ട്. അതാ ഞങ്ങൾ ഞായറാഴ്ച വരാനും ഏറെ തീരുമാനിച്ചത്. ആരോടും പറഞ്ഞില്ലെങ്കിലും മോനെ അറിയിക്കണമല്ലോ ഞങ്ങൾക്ക്. നായരേട്ടൻ അത് പറയുമ്പോൾ ചെറുതായി സ്വരം ഇടറിയിരുന്നു. അപ്പോഴേക്കും ഉടുത്തിരിക്കുന്ന സാരിയിൽ കൈ തുടച്ചുകൊണ്ട് മാലതി ചേച്ചിയും ഓടിയിറങ്ങി വന്നു. മോനെ, ഒരാഴ്ചയായിട്ടുള്ളൂ കാണാതായിട്ടെങ്കിലും. എത്ര ദിവസം മുൻപ് കണ്ടതുപോലെ തോന്നുന്നത്. മോനാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് കേട്ടോ, അമ്മമാരുടെ വാത്സല്യത്തോടെ പറഞ്ഞു ചേച്ചി. എനിക്കൊരു ക്ഷീണവുമില്ല, ചേച്ചിക്ക് വെറുതെ തോന്നാണ്. പിന്നെ ഇതിൻ്റെ പുതിയ ഡ്രൈവറാണ് കേട്ടോ സൂര്യ. ഇവൾ ആളൊരു പുലിയാണ്, ആലോചി പറഞ്ഞിട്ട് സൂര്യയെ നോക്കി ചിരിച്ചു. ചുമ്മാ പറയുന്നതാണ് കേട്ടോ, അങ്ങനെയൊന്നുമില്ല. സൂര്യ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. പണി നടക്കട്ടെ, പോകാം. ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞത് ഇനി മറക്കണ്ട, വന്നേക്കണം, ആലോചി പറഞ്ഞു. വരും മോനെ, എൻ്റെ മോൻ്റെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അവിടെ വന്ന് തന്നെ പറയണം ആദ്യം, മാലതി ചേച്ചിയും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അതും പറഞ്ഞ് കരയണ്ട, ഞാൻ ഇറങ്ങുവാം, ആലോചി പറഞ്ഞു. സൂര്യ വണ്ടി സ്റ്റാർട്ടാക്കി. ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബ്ലോക്കിൽപ്പെട്ട് കുറച്ച് സ്പീഡ് കൂട്ടി മുന്നോട്ടെടുക്കുമ്പോഴാണ് ഇടതുവശത്ത് കൂടി ഒരു ഫ്രീക്കൻ ചെക്കൻ ബൈക്കിൽ സ്പീഡിൽ വന്ന് തട്ടിയില്ല എന്ന മട്ടിൽ ഓടിച്ചു പോയത്. ഏത് മറ്റിടത്തേക്കാണ് മോനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്? പരലോകത്തോട്ട് നേരത്തെ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടാണോ? പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അലോഷി കൂടെയാണെന്ന് തന്നെ അവൾ ഓർത്തത്. പറഞ്ഞത് അബദ്ധമായി തോന്നി അവൾക്ക്. സോറി ജയ, ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. സൂര്യ പറഞ്ഞു കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ ചിരിച്ചു അലോഷി. ബീനുവിൻ്റെ ട്രാവൽസിൽ ഒന്ന് കയറിയിട്ട് പോകാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ അവനോട് സംസാരിക്കാനുണ്ട്. ബാബുവിൻ്റെ മകൾക്ക് ഓപ്പറേഷനാണ്, അവൻ വിളിച്ചിരുന്നു. കുറച്ച് ദിവസം എന്തായാലും അവനുണ്ടാവില്ല വണ്ടിയെടുക്കാൻ. പിന്നെയുള്ളത് രമേശനാണ്, അവനും അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലാണ്. അതൊന്നും പറയണം. രണ്ടു പേർക്കും ക്യാഷ് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ വഴി പറഞ്ഞു തരാം, വണ്ടി വിട്ടു, ആലോചി പറഞ്ഞ വഴികളിലൂടെ വണ്ടി ഓടിച്ച് സൂര്യ. നീലിക്കടൻ ട്രാവൽസിന് മുന്നിൽ വണ്ടി നിർത്തി. ബിനു അവനെ കണ്ടപ്പോൾ ഓടി വന്നു. എടാ, ഞാനൊരു കാര്യം സംസാരിക്കാൻ വന്നതാണ്, നീ എന്നെ നിർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സൂര്യ. വണ്ടിയിൽ നിർത്തി ഇറങ്ങി ഡോർ തുറന്നിരുന്നു. അപ്പോഴേക്കും സൂര്യ ബിനു ആലോചിയെ പിടിച്ചിറക്കി. രണ്ടുപേരും ഓഫീസിലേക്ക് നടന്നു. തണലത്ത് വണ്ടി നിർത്തി വണ്ടിയിൽ ചാരുന്ന് ഒരു സിഗരറ്റ് എടുത്ത് സൂര്യ വലിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അലോഷിയും ബിനുവും വന്നു. വണ്ടിക്ക് ചുറ്റുമുള്ള സിഗരറ്റിൻ്റെ മണം കിട്ടിയിരുന്നു അലോഷിക്ക്. അപ്പോൾ തന്നെ സൂര്യ ഒന്ന് നോക്കി അവൻ സീറ്റിലേക്ക് ഇരുന്നു. സൂര്യ വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ ഇട്ട് തന്നെ തിരിച്ച് റോഡിലേക്ക് വണ്ടി കയറിയപ്പോൾ ആലോഷി അവളെ ചുഴിഞ്ഞു നോക്കി. നേരിയ കറുപ്പ് കലർന്ന ചുണ്ടുകളിലാണ് അവൻ്റെ നോട്ടം ചെന്നുടക്കിയത്. നീ പുകയെടുക്കുമോ? ആലോഷിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് വിളറി സൂര്യ. ഇടയ്ക്ക് ഡ്രൈവിങ് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. അത് നല്ല ശീലമല്ല കേട്ടോ, വേണമെങ്കിൽ ഒരു സ്മോൾ അടിക്കാം. ഞാനും പുക വലിക്കുന്ന ഒരാളാണ്, അതും ചുരുട്ട്. അഡിക്റ്റ് ഒന്നുമല്ല. ഇടയ്ക്ക് നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് കുട്ടി, കരിയും പുകയും അതിനെ നശിപ്പിക്കും. എല്ലാം എല്ലാവർക്കും അറിയാം, എന്നിട്ടും വലിയ ആരും ഉപേക്ഷിക്കുന്നില്ല. വേണമെന്ന് വെച്ചാൽ നിർത്തുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ചന്തു ഇതൊന്നും കാണരുത്. ഇതൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പാവത്തിന് അറ്റാക്ക് വരും. പകുതി കളിയായും പകുതി കാര്യമായും പറഞ്ഞു അലോഷി. ഇല്ലിച്ചയ, ഞാൻ ശ്രദ്ധിച്ചോളാം, സൂര്യ മറുപടി കൊടുത്ത്. അലോഷി പിന്നൊന്നും സംസാരിച്ചില്ല, പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. വീട്ടിലേക്കുള്ള വഴി തിരിയുമ്പോഴാണ് സൂര്യയുടെ ഫോൺ റിങ് ചെയ്തത്. ഒന്ന് രണ്ട് പ്രാവശ്യം റിങ് അടിച്ച് നിന്നപ്പോൾ സൂര്യ ഫോൺ നോക്കി. അമ്മയായിരുന്നു. അമ്മ എന്താണോ ഈ നേരത്ത് എന്ന് ചിന്തിച്ചവൾ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഫോൺ എടുത്തില്ല അവൾ. ആരെ വിളിക്കുന്നത്? ആലോഷി ചോദിച്ചു. അമ്മയാണ്, സൂര്യ മറുപടി പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം കാണും, വണ്ടി ഒതുക്കി ഫോൺ എടുക്കുക, ആലോഷി പറഞ്ഞപ്പോൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഫോൺ എടുത്ത് സൂര്യ. എന്താ മോളെ, ഫോൺ എടുത്താൽ അത്യാവശ്യം എന്തെങ്കിലും ഇല്ലാതെ അമ്മ വിളിക്കില്ലെന്നറിയാലോ. എടുത്ത പാടെ അമ്മയുടെ സ്വരം കേട്ടു സൂര്യ. കുറച്ച് ഉറക്കിയായതുകൊണ്ട് ഫോൺ സംസാരം വ്യക്തമായി കേൾക്കാനുണ്ട് ആലോഷിക്കും. സദാശിവൻ മുതലാളി വന്നിരുന്നു. വീട് മാറുന്ന കാര്യം സംസാരിച്ചു. നിന്നോട് പറഞ്ഞപ്പോൾ നീ ഗുണ്ടായിസം കാണിച്ചു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. എത്രയായാലും
അയാൾ പറയുന്നതിലും ന്യായമില്ലേ? വർഷങ്ങളായി നമ്മളിവിടെ വാടകയ്ക്ക് വന്നിട്ട് ഇപ്പോൾ അയാൾക്കൊരാവശ്യമുണ്ടായിട്ടല്ലേ വീട് ഒഴിയാൻ പറയുന്നത്? എത്രയായാലും അയാളുടെ മുതൽ കൈയടക്കി വെക്കുന്നത് ശരിയല്ല. നീ വേറെ ഏതെങ്കിലും വീട് ശരിയാക്കണം. ചിട്ടി പിടിച്ചതും മറ്റുമായി കുറച്ച് കാശ് അമ്മയുടെ കയ്യിലുണ്ട്. തൽക്കാലം അഡ്വാൻസ് കൊടുക്കാം. ഈ വീട്ടിൽ നിന്നും നമുക്ക് മാറാൻ. ഇങ്ങനൊരു നശിച്ച വീട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിയാൽ മതിയെന്നാണ് എനിക്ക്. അമ്മ പറയുന്നത് മുഴുവൻ മോളി കേട്ട് സൂര്യ. ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട് മാറുന്ന കാര്യം അത്ര എളുപ്പം നടക്കില്ല. സൂര്യ മനസ്സിലോർത്തു. അമ്മയ്ക്ക് പറയാം. ശരി, ഞാൻ വന്നിട്ട് തീരുമാനിക്കാം പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നത് മുഴുവനും കേൾക്കാതെ ഫോൺ വെച്ചു അവളുടെ മുഖം പെട്ടെന്ന് മാറിയത് ശ്രദ്ധിച്ചു അലോഷി. അവളുടെ നിസ്സഹാവസ്ഥ മനസ്സിലാക്കിയവൻ മിററിൽ കൂടി സൈഡ് നോക്കി വണ്ടി സ്റ്റാർട്ടാക്കി. സൂര്യ, എന്തുപറ്റി? പെട്ടെന്ന് മുഖം മാറിയല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സംസാരം മുഴുവൻ കേട്ടിരുന്നുവെങ്കിലും അലോഷി ചോദിച്ചു. ഏയ് ഇല്ല ചയ, അമ്മ കുഴമ്പും എണ്ണയും വാങ്ങുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണ്. വായിൽ വന്ന കള്ളം പറഞ്ഞു സൂര്യ. അവനെ നോക്കാതെയായിരുന്നു അവളുടെ മറുപടി. ആരെയും തൻ്റെ വിഷമം അറിയിക്കാതിരിക്കാൻ പാടുപെടുന്ന ഒരു പെൺകുട്ടി. സൂര്യ എന്ന പെൺകുട്ടിയിൽ അഭിമാനം തോന്നിയ അലോഷിക്ക്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യം നോക്കാനുള്ള അവളുടെ മിടുക്കിൽ. ആലോഷിയുടെ ഫോൺ അടിച്ചപ്പോൾ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു അവൻ. പറവിച്ചു പറഞ്ഞുകൊണ്ട് ഫോൺ സ്പീക്കറിലിട്ടു അലോഷി. അളിയ, മറ്റന്നാൾ ലോഡ് വരേണ്ടി വരും. കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. പാർട്ടിക്ക് അത്യാവശ്യമാണ്. മറ്റന്നാളത്തെ കാർഗോയിൽ ബുക്ക് ചെയ്യണം. പിന്നെ രമേശ് ചേട്ടൻ ഈ ആഴ്ച കൂടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം? വിച്ചുവാണ് ഫോണിൽ നിന്ന് മനസ്സിലായി സൂര്യയ്ക്ക്. ലോഡ് ആരില്ലെങ്കിലും അവിടെ എത്തും. ഞാൻ ചന്ദനയെ വിളിച്ച് ചോദിക്കട്ടെ. ഇന്നത്തേക്കും നാളത്തേക്കുമുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവൾ. സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. വിളിച്ചിട്ട് നിന്നെ വിളിക്കാം അലോഷി പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പ്രാവശ്യത്തെ കണക്ക് സെറ്റിൽ ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ ലാഭവിഹിതം കൂടുതലുണ്ട്. ഓരോ തൊഴിലാളികൾക്കും ഏതാണ്ട് ഇരട്ടിയുണ്ടെന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു തന്നെ കൊടുത്താൽ മതി അല്ലേ? പുതിയ കെട്ടിയെടുത്തതിൻ്റെ രജിസ്ട്രേഷൻ അടുത്ത മാസമല്ലേ? ഒന്ന് പിടിച്ചിട്ട് കൊടുത്താൽ മതിയോ? 2 ദിവസം കൂടി കഴിഞ്ഞാൽ സാലറി ഡേറ്റാണ്. വിറ്റ് ശരിക്കും ബിസിനസ് പഠിച്ചെന്ന് മനസ്സിലായിക്കൊണ്ട് ആലോചിച്ച് ചിരിച്ചു. അത് വേണ്ട വെച്ചു. നമുക്ക് ലാഭവിഹിതം കൂടുന്നതിന് പ്രധാന കാരണം നമ്മുടെ തൊഴിലാളികളാണ്. കാരണം എന്തെന്നാൽ അവരുടെ ഉത്സാഹത്തിനാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ലാഭമുണ്ടായാൽ തങ്ങൾക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടുമെന്ന് അവർ മനസ്സിലാക്കി. അതാണിപ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണം. അവരുടെ അധ്വാന ഫലമാണ് നമുക്ക് കിട്ടുന്ന ലാഭവിഹിതം. അതുകൊണ്ട് അതിന് തീർച്ചയായും അവകാശികൾ അവർ തന്നെയാണ്. 1 രൂപയാണെങ്കിൽ അതിനെ കൂടി അവർ ഓരോരുത്തരും അവകാശപ്പെട്ടവരാണ്. പിന്നെ അവർക്ക് ആലോചിച്ച് കൊടുത്ത വാക്കാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ലാഭവിഹിതം എത്രയുണ്ടോ അത് തൊഴിലാളികൾക്ക് എത്രയാണെങ്കിലും കമ്പനിയുടെ ലാഭവിഹിതം വീതിച്ചു കൊടുക്കുക തന്നെ വേണം. ഇനി എന്നോട് ഈ കാര്യത്തിൽ സംശയം ചോദിക്കരുത്. താക്കീത് പോലെ പറഞ്ഞു അലോഷി. ഇല്ലളിയ, ഇനി ചോദിക്കില്ല, മനസ്സിലായി. വിച്ചുവിൻ്റെ സ്വരത്തിൽ കുറ്റബോധമുള്ളതുപോലെ തോന്നി സൂര്യയ്ക്ക്. ഫോൺ സംഭാഷണം മതിയാക്കി കട്ടാക്കി അലോഷി. കാർ നിർത്തി ഗേറ്റ് തുറക്കാൻ ഇറങ്ങി സൂര്യ. ഗേറ്റ് തുറന്ന് വണ്ടി സ്റ്റാർട്ടാക്കി അവൾ. അപ്പോഴേക്കും അമ്മച്ചിയും ചാരുവും അപ്പച്ചനും സീറ്റോട്ടിലെത്തി കഴിഞ്ഞിരുന്നു. അപ്പച്ചനെത്തിയല്ലോ. തനി എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ, ആലോഷി ആശ്വാസത്തോടെ പറഞ്ഞു. ഈ ചെയിൻ ധൈര്യമായിരുന്നു. ഞാൻ പിടിച്ചോളാം ഇറങ്ങാൻ. താഴെ വീഴാതെ ഇറങ്ങിയാൽ പോരെ, ആ കാര്യം ഞാൻ ഏറ്റു, സൂര്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മറ്റന്നാൾ ലോഡ് കൊണ്ടുപോകേണ്ടി വരും എറണാകുളത്തേക്ക്. ഞാൻ കൊട്ടേഷനൊക്കെ നോക്കട്ടെ. ചന്ദനയുടെ അടുത്തേക്ക് പൊയ്ക്കോ. അവളുമായി തിരികെ വന്നാൽ മതി. ഇനി ഇവിടെ ആവശ്യമില്ല. പിന്നെ ബുള്ളറ്റ് സർവീസിന് കൊടുത്തിരുന്നു. അവിടെ പോയി ബുള്ളറ്റ് എടുത്തിട്ട് വേണം. ചന്ദനയെ കൊണ്ടുവിട്ടിട്ട് പോയാൽ മതി. അലോഷി സൂര്യയ്ക്ക് ചെയ്യാനുള്ള ജോലികൾ പറഞ്ഞു കൊടുത്തു. സൂര്യ ഇറങ്ങി ഡോർ തുറന്ന് പിടിച്ചു. അപ്പാച്ചനും അമ്മച്ചിയും ചാരിയും കൂടി പിടിച്ച് ഇറക്കി അലോഷിയെ. ഹാളിലെ സെറ്റിലിരുത്തി. അവനെ കണ്ട് കളിക്കുകയായിരുന്ന മക്കൾ 2 പേരും ഓടി വന്നു. അപ്പേ, വാവു മായോ? മോള് ആദ്യം ചോദിച്ചു. പിന്നാലെ മോനും. ഡോക്ടറെ കണ്ടോ? കുഞ്ഞിക്കൈ കൊണ്ട് പ്ലാസ്റ്ററുടെ കയ്യിൽ തൊട്ടുകൊണ്ടാണ് മോൻ്റെ ചോദ്യം. അപ്പ ഡോക്ടറെ കാണാൻ പോയതല്ല മുത്തൈ പറഞ്ഞുകൊണ്ട് കുറിഞ്ഞ മോൻ്റെ കവളിൽ ഉമ്മ വെച്ചു അലോഷി. മോളെ ചാരു, കുറച്ച് വെള്ളം അലോഷി പറഞ്ഞു. ചാരു പെട്ടെന്ന് തന്നെ വെള്ളം ബോട്ടിലെടുത്തു വന്നു. ഞാൻ പോയിട്ട് വരാം സൂര്യ പറഞ്ഞിട്ട് പോകാൻ തിരിഞ്ഞു. സൂര്യ, നാളെ തന്നെ വേറെ വീട് നോക്കണം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വീട്. ഹൗസ് ഓണർ ആരാണെങ്കിൽ ഫോൺ നമ്പർ എനിക്കൊന്ന് തന്നാൽ മതി, ഞാൻ സംസാരിക്കാം. പിന്നെ ഔദാര്യമായല്ല, നിന്റെ മാസശമ്പളത്തിൽ നിന്നും ഞാൻ പിടിച്ചേക്കാം. കടപ്പാട് എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ആലോഷി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അറിയാതെ ഞെട്ടിപ്പകച്ച സൂര്യ. അമ്മയുടെ സംസാരം ഇച്ചയൻ ശ്രദ്ധിച്ചിരുന്നു. എന്നറിഞ്ഞപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. 2 കൈകളും അവന് നേരെ കൂപ്പി പിടിച്ചവൾ. ചിലപ്പോൾ വാക്കുകളേക്കാൾ സംസാരിക്കും മൗനഭാഷ. തൻ്റെ മുന്നിലിരിക്കുന്ന വലിയ മനുഷ്യൻ കൺകണ്ട ദൈവമാണ് തോന്നിപ്പോയി അവൾക്ക്.
ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്കിറങ്ങി. ഇനിയും അവിടെ നിന്നാൽ തൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണു പോകുമെന്ന് ഭയന്നു അവൾ. നേരെ അവളുടെ വണ്ടി ചെന്ന് നിന്നത് അച്ചാർ കമ്പനിയിലായിരുന്നു. അവിടെ തന്നെ കൊണ്ടാക്കും വിധം അവളും സഹായിച്ചു. ബില്ലുകൾ ക്ലിയർ ആക്കാൻ ചന്ദനയെ സഹായിച്ചു. ലോഡ് പാക്ക് ചെയ്യാനും മറ്റും ചേച്ചിമാരെയും സഹായിച്ചു. സൂര്യ വന്നതോടെ ജോലികൾ എളുപ്പമായി ചന്ദനയ്ക്കും. ഉച്ചയ്ക്ക് ചന്ദന കൊണ്ടുവന്ന ആഹാരത്തിൽ നിന്നും സൂര്യയും കഴിച്ചു. എല്ലാം ശരിയാക്കി 4 മണിയോടെ ചന്ദനയും കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു സൂര്യ. അവൾ ഇറക്കി ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഓട്ടോയിലാണ് സൂര്യ പോയത്. പൈസയുടെ കാര്യമെല്ലാം അജി പോയി സെറ്റിൽ ചെയ്തിരുന്നു. എല്ലാം കഴിഞ്ഞ് 5 മണിയോടെ സൂര്യ വീട്ടിലേക്ക് പോയി. ബ്രോക്കർ നാരായണനെ കണ്ട് ചെറിയ വീട് അന്വേഷിക്കാൻ പറഞ്ഞു സൂര്യ. വീട്ടിലെത്തി കുളിച്ച് വേഷം മാറി വരുമ്പോഴേക്കും അമ്മ കട്ടൻ കാപ്പിയും കപ്പയും കാന്താരി മുളക് ചമ്മന്തിയും എടുത്തു വച്ചിരുന്നു കഴിക്കാനിരിക്കുമ്പോൾ അമ്മയുടെ വീടിൻ്റെ കാര്യം സംസാരിച്ചു അവൾ. മോളെ, നിന്റെ ഭാരം എനിക്കറിയാം. എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ മുതലാളിമാർ കയറി ഇറങ്ങുന്നത് ശരിയല്ല മോളെ. നാട്ടുകാർ പലതും പറഞ്ഞു പരതും. അമ്മ പറയുന്നത് കേട്ടപ്പോൾ പരിഹസിച്ച് ചിരിച്ചു സൂര്യ. അമ്മേ, നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ അവർ എന്ത് കരുതുമെന്ന് കരുതി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അവർ എന്തും പറയട്ടെ. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ ആർക്കും പിടിക്കില്ല. അവർ എന്തും പറയട്ടെ. കുറേ പറയുമ്പോൾ അവർക്ക് മടുക്കും, തന്നെ നിർത്തും. കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി അമ്മയുടെ സാരി തലപ്പിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു സൂര്യ. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തലൊന്നും ഇല്ലാതെ 2 ദിവസം കൂടി കടന്നുപോയി. 3-ാമത്തെ ദിവസമാണ് വീണ്ടും എറണാകുളത്തേക്ക് സൂര്യ ലോഡായി പോകുന്നത്. വീച്ചു വന്ന് ഫോണിൽ സംസാരിച്ചത് അത്രയും ദഹിച്ചിട്ടില്ല സൂര്യയ്ക്ക്. അതുകൊണ്ട് തന്നെ അവനോട് 4 പറയണം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് സൂര്യ പുറപ്പെട്ടു. സൂര്യ എറണാകുളത്തെത്തി. വീച്ചു അവളെ കാത്തിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും നന്നായി എന്ന് ചിരിച്ചു അവൻ. ഡാർക്ക് ബ്ലൂ ഷർട്ടും അതേ കരയുള്ള വെള്ളമുണ്ടും നെറ്റിയിൽ പാതി മാഞ്ഞ ചന്ദനക്കുറിയും നല്ല വെളുത്ത നിറമല്ലെങ്കിലും കാണാൻ ഐശ്വര്യമുള്ള മുഖം. സൂര്യ അവനെ തന്നെ നോക്കിക്കൊണ്ട് വണ്ടിയിലിരുന്നു. പതിയെ ചോര കൂടി. ഇങ്ങനെ നോക്കിയാൽ. അടുത്തെത്തി വീച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് താൻ ഇതുവരെ അയാളെ വായി നോക്കിയിരിക്കുകയായിരുന്നു എന്നവൾ ഓർത്തത്. ഓ പിന്നെ, ചോര കുടിക്കാൻ പറ്റിയ സാധനം. അല്ലെങ്കിൽ തന്നെ ഈ ബൂർഷ ചിന്താഗതിക്കാരെ എനിക്ക് പണ്ടേ താല്പര്യമില്ല. എന്നിട്ടാണ് ചോര കുടിക്കാൻ വരുന്നത്. ചുണ്ടിൽ നിറഞ്ഞ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സൂര്യ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഷർട്ടിൻ്റെ കൈ ശരിക്കുമെന്ന് മുട്ടിന് മേലേക്ക് കയറ്റി വെച്ചു. ബൂർഷ ചിന്താഗതിയോ? ആർക്ക്? എനിക്കോ? അവളുടെ നേർക്ക് വന്ന് നിന്ന് ഒന്നും മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു അവൻ. അവനെ ശ്രദ്ധിക്കാതെ പാൻറ്റിൻ്റെ പോക്കറ്റിലും സിഗരറ്റ് എടുത്ത് കൊളുത്തി സൂര്യ. ചുണ്ടിൽ വെച്ച് ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് പറയണം, മനുഷ്യനെ മനസ്സിലാകുന്ന ഭാഷയിൽ. വിച്ച് സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, വ്യക്തമാക്കി തരാം. നാടകമേയി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു സൂര്യ. അതെ, ഞാനും താനും ഇവിടെ ജോലിക്കാരാണ്. തനിക്ക് കുറച്ചുകൂടി ബന്ധുവാണെന്ന പരിഗണന കൂടിയുണ്ടെന്ന് മാത്രം. എന്ന് വെച്ച് നെല്ലിക്കാടൻ ബിസിനസ്സിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഒരിക്കലും മാഷല്ല. മാഷ് തറവാട് വക സ്വത്തുമല്ല നെല്ലിക്കാടിലുള്ളത്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് ആലോചിച്ചായാണ്. മാഷ് കൂടുതലങ്ങ് ഉണ്ടാക്കല്ല കേട്ടോ. ഒരു നല്ല പിള്ള വന്നിരിക്കുന്നു. തൊഴിലാളികളുടെ വേതനം വെട്ടിച്ചുവയ്ക്കാണോ താൻ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത്? തൻ്റെ കമ്പനിയുള്ള ആത്മാർത്ഥത കൊള്ളാം. അത് പാവം തൊഴിലാളികളെ വയറ്റത്തടിച്ചുകൊണ്ടാകരുത്. പുണ്യളം വന്നിരിക്കുന്നു. പരിഹസിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു നിർത്തിയപ്പോഴാണ് അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായതവന്. അത് ശരി, അതാണ് കാര്യം. ഞാൻ ഇച്ഛനോട് സംസാരിക്കുന്നത് കേട്ടു അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞതിൽ കാരണമുണ്ട്. എത്ര കിട്ടിയാലും അതിൽ നിന്നും കുറച്ചുകൂടി കിട്ടണമെന്നാണ് ഞാനും താനും അടക്കം എല്ലാവരും ആഗ്രഹിക്കുക. അടുത്ത മാസം സെയിൽ കുറച്ച് കുറവാണെങ്കിൽ ആ മാസം ലാഭവിഹിതം ഇത്രയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു എമൗണ്ട് ഫിക്സ് ആക്കി എല്ലാ മാസവും ഒരുപോലെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തന്നെക്കാൾ നന്നായി അറിയാം, ഞാനിവിടെ മുതലാളിയല്ല, വെറും തൊഴിലാളി മാത്രമാണ്. കാരണം ഇതൊന്നും ആഗ്രഹിക്കാതെ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന തൊഴിലും ഉപേക്ഷിച്ച് വന്നതാണ് ഞാനിവിടെ. അതും അളീൻ്റെ നിർബന്ധപ്രകാരം. അല്ലാതെ നെല്ലിക്കാട്ടിലെ സ്വത്തുക്കളുടെ ആർത്തിമൂത്ത് പാലക്കാട് നിന്നും പെട്ടിയും എടുത്ത് വന്നതല്ല ഈ പട്ടര്. പിന്നെ ഇന്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നാളെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിച്ച് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇവിടെ സെയിൽസ് കൂടുതൽ നടക്കുന്നതും കുറവ് നടക്കുന്നതും എപ്പോഴാണെന്ന് വ്യക്തമായി ധാരണയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അല്ലാതെ ഇവിടുത്തെ മുതൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല. അവൻ പറയുന്നത് കേട്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ നിന്നുപോയി സൂര്യ. ഛേ, വേണ്ടായിരുന്നു. മാഷ്ക്ക് വേദനയെന്ന് തോന്നുന്നു. പാതി വലിച്ച സിഗരറ്റ് താഴേക്കിട്ട് കാലുകൾ കൊണ്ട് ഞെരിച്ച സൂര്യ. വിച്ച് പിന്നെ അവിടെ നിൽക്കാതെ നേരെ ഓഫീസിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലോറിയിൽ കയറ്റാനുള്ള ലോഡെത്തി. സൂര്യ ബാഗ് തുറന്നു കൊടുത്തു. ഇന്ന് എല്ലാവർക്കും ഉച്ചഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട്. സൂര്യമോളും പോയി കഴിച്ചോളൂ. വിച്ച് സാറിൻ്റെ വകയാണ് ഇന്നത്തെ ഭക്ഷണം. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പരിചയപ്പെട്ടതായിരുന്നു മീനമ്മയെ. 3 ആൺമക്കളുണ്ടായിട്ടും ആരുമില്ലാത്തവളെ പോലെ കഴിയുന്ന മീനമ്മ ജോലി തേടി വന്നപ്പോൾ പ്രായം ഒരു പ്രശ്നമായിരുന്നുവെങ്കിലും
പറ്റാവുന്ന ജോലികൾ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞ് അലൂഷി അവരെ അവിടെ എടുത്തതാണ്. എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കരുതുന്ന അവർ അങ്ങനെ അവിടുത്തെ അമ്മയായി. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന അവർ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറി. അതെന്താ സാറിൻ്റെ വക ഭക്ഷണമൊക്കെ? സൂര്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സാറിൻ്റെ പിറന്നാളാണ്. ഇന്നലെ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാവരും നേരത്തെ വന്നു. സാധനങ്ങളെല്ലാം സാർ ഇന്നലെ തന്നെ വാങ്ങി വെച്ചിരുന്നു. എല്ലാവരും കൂടി ഉച്ചഭക്ഷണം തയ്യാറാക്കി പായസം ഉണ്ടാക്കി. സ്വന്തം മകൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് പോലെ അത്രയും സന്തോഷത്തിലാണ് പറഞ്ഞത് മീനമ്മ. ഞാൻ ലോഡ് ഇറക്കി വന്നിട്ട് കഴിക്കാം മീനമ്മ. വരാൻ കേട്ടോ. മീനമ്മ കെട്ടിപ്പിടിച്ച കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു സൂര്യ. അവിടെ കണ്ടെത്തിയില്ല വിച്ചുവിനെ. ബില്ലുകൾ ഒന്ന് കൊണ്ടുവരാൻ പറയോ സാറിനോട്? സൂര്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മീനമ്മ ഓഫീസ് റൂമിലേക്ക് പോയി. മോനെ ബില്ലുകൾ തരാൻ പറഞ്ഞു സൂര്യമോള്. മോൻ പോകുന്നില്ലേ? സാധാരണ ലോഡ് ഇറക്കാൻ വിച്ചു പോകാറുള്ളത് കൊണ്ട് ചോദിച്ചു മീനമ്മ. സൂര്യയ്ക്കറിയാം ഇറക്കുന്ന സ്ഥലം. ഇക്കയോടൊന്ന് ചെല്ലാൻ പറ. എനിക്ക് അത്യാവശ്യമായി കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്. ബില്ലുകൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ബില്ലുകൾ വാങ്ങി സൂര്യയുടെ അടുത്തേക്ക് വന്നു അവർ. അല്ല സാറ് വരുന്നില്ലേ? സൂര്യൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇക്കയോട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് വരാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ഹംസക്കെ വിളിക്കാൻ പോയി. താൻ പറഞ്ഞതിലുള്ള ദേഷ്യം കൊണ്ടാണ് വിച്ചു വരാത്തതെന്ന് മനസ്സിലായി സൂര്യയ്ക്ക്. ലോഡ് സമയത്തിന് എത്തിക്കേണ്ടത് കൊണ്ട് ഹംസക്ക വന്നപ്പോൾ അവൾ ലോഡ് ഇറക്കാൻ പോയി. ലോഡ് ഇറക്കിയെല്ലാം കഴിഞ്ഞ് തിരികെ എത്തി നേരെ വിച്ചുവിൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്ന സൂര്യ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിച്ചു. അപ്പോൾ മാഷേ പിറന്നാൾ ആശംസകൾ. വാതിലക്കൽ നിന്നുകൊണ്ട് തല മാത്രം ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു അവൾ. വിച്ചു അത് നോക്കി അവളെ. എന്നിട്ട് വീണ്ടും താൻ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്തി. ഒരു ആശംസ പറഞ്ഞാൽ ഒന്ന് താങ്ക്സ് പറയാനുള്ള മര്യാദ പോലുമില്ല അല്ലേ? അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അവൾ. താങ്ക്സ്. അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മറുപടി കൊടുത്തു വിച്ചു. സോറി മാഷേ. മാഷിൻ്റെ വിശാല മനസ്സ് തിരിച്ചറിയാൻ വൈകി ഈ ഉള്ളവൾ. അടിയന് മാപ്പ് തരണം. അവിടെ നിന്ന് ശിക്ഷ വിധിച്ചാലും പൂർണ്ണ സമ്മതത്തോടെ അടിയൻ സ്വീകരിക്കും. കാരണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പിറന്നാൾ ദിവസമായിട്ട് മാഷെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. അവനെതിരെ കിടക്കുന്ന ചെയറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു സൂര്യ. മനസ്സിൽ തട്ടി പറഞ്ഞിട്ട് തന്നെയാണ് സൂര്യ അത്രയും പറഞ്ഞത്. ഈ സമയം വിച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അതുവരെയുള്ള മുഖത്തെ ഗൗരവം വിട്ട് വിച്ചു ഫോൺ എടുത്തു. കണ്ണാ സാപ്പിട്ടച്ചാ, കാലിലെ കോവലിൽ പോയിട്ടാച്ചാ. അമ്മയുടെ സ്വരം കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു അവൻ്റെ. കോവലിൽ പോയി ചമ്മ. സാപ്പിട്ടില്ലമ്മ. കൊഞ്ഞം വെയിലിരിക്ക്. അക്കൗണ്ട് ക്ലിയർ പണി അപ്പുറം പോറേയും. അപ്പം എங்கே പോച്ച്? പ്രീ എங்கே പോച്ച്? 12 മണിയോടെ വിഷു പന്നാച്ച അവള്. വിഷു പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കുകയാണ് സൂര്യ. ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഫോൺ സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്കാനുണ്ട് അവൾക്ക്. പക്കത്തിൽ താൻ ഇരിക്കെ കണ്ണാ. പ്രിയാവുക്ക് ക്ലാസ് ഇരിക്കെ പോയിച്ചു. ശരി അമ്മ. അപ്പുറം കൂപ്പിട്ടാറേ. വേല മുടിച്ച് സീക്കിരം സാപ്പിട് കണ്ണാ. അമ്മയുടെ സംസാരം നന്നായി ഇഷ്ടപ്പെട്ടു സൂര്യയ്ക്ക്. പറഞ്ഞതുപോലെ പാലക്കാട് അസൽ പട്ടത്തി തന്നെ. ശരി അമ്മ പറഞ്ഞിട്ട് കോൾ കട്ടാക്കി വെച്ചു. മാഷേ പിറന്നാൾ ദിവസമായിട്ട് പട്ടിണി ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല. വാ, എനിക്കും വല്ലാത്ത വിശപ്പ്. മീനമ്മ പറഞ്ഞതുപോലെ നല്ല സദ്യയുടെ മണം മൂക്കിലടിച്ച് കയറുന്നുണ്ട്. പറഞ്ഞിട്ട് അവൻ്റെ അരിക്കൽ ചെന്ന് വലത് കയ്യിൽ പിടിച്ച് സൂര്യ. വിച്ചോളെ പകച്ചു നോക്കി. മാഷേ മാഷ് പറ എന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന്. അവൻ്റെ വലത് കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു അവൾ. നേരത്തെ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന്. ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുമോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കണ്ട് ചോദിച്ചു വെച്ചു. മാഷേ ഞാൻ വേദനിപ്പിച്ചതല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. പറ എന്താ? കാല് പിടിക്കണോ? ആവാം. അതുമല്ല ഏത്തമിടണമെങ്കിൽ അങ്ങനെയും. പറഞ്ഞിട്ട് ഇരു കൈകളും ക്രോസ് ചെയ്ത് ചെവിയിൽ പിടിച്ചു അവൾ. ഏയ് അതൊന്നും വേണ്ട. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എനിക്കും ഇഷ്ടമില്ലെന്ന് കൂട്ടിക്കോ. അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. അവൾ നേരെ നിന്ന് നേരിയ ബ്രൗൺ നിറമാകാൻ തുടങ്ങിയ ചുണ്ടുകളിൽ തൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടുവെച്ചു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. ശരീരമാകെ വിറയിൽ പടർന്നത് അറിഞ്ഞ സൂര്യ. അവൾ ഒരടി പിന്നോക്കം മാറി. ഒപ്പം വിച്ചുവും. സൂര്യ ഭയന്ന് പിന്നോക്കം മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ചുമരിൽ തട്ടി നിന്നു അവൾ. അവളുടെ ഒരു ശ്വാസത്തിനപ്പുറം വിച്ചുവും. അവളുടെ തലക്കീരിവശവും കൈകുത്തി അവൻ. പെട്ടെന്ന് കുറിഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു അവൻ. സൂര്യ അവനെ തള്ളി മാറ്റി. അവളുടെ മുഖം ചുവന്ന് തൊടുത്തു. അതെ, ഇനി നിന്നെ ഞാൻ ചുംബിക്കുമ്പോൾ ഈ സിഗരറ്റിൻ്റെ മണം ഉണ്ടാവാൻ പാടില്ല നിൻ്റെ ഈ ചുടികളിൽ. കേട്ടോടി ഡാൻസ് റാണി. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുടിക്കുന്നവരെയും വലിക്കുന്നവരെയും ഒട്ടും ഇഷ്ടമല്ല. അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും. അതുകൊണ്ട് പൊന്നുമൊളിനി മേലാൽ വലിക്കരുത്
ഈ മാഷ്ടം നെഞ്ചിൽ തൊട്ട് സത്യം ചെയ്യ്. അവളുടെ വലത് കൈ ബലമായി പിടിച്ച് തൻ്റെ ഇടം നെഞ്ചിൽ ചേർത്ത് വെച്ചു. പ്രണയാർദ്രമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ. അവൻ്റെ നോട്ടം നേടാൻ ശക്തി പോരാതെ തല കുഞ്ചി സൂര്യ. താൻ അതുവരെ അണിഞ്ഞ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് അറിഞ്ഞു അവൾ. അഴിച്ചു മാറ്റിയിരിക്കുന്നു ബീച്ചു എന്ന പട്ടരി ചക്കൻ.